വായിക്കുമ്പോൾ people were engaged in various economic activities such as agriculture, domestication of animals, weaving of cotton, dyeing fabrics, making clay pots, utensils. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ്, കൃഷി, മൃഗങ്ങളെ വളർത്തല്, കോട്ടൺ വീവ് ചെയ്യുന്നത്, ഫാബ്രിക്സ് ഡൈ ചെയ്യുന്നത്, ക്ലേ പോട്ട്സ് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്, സ്കൾപ്ചറിങ് ആക്ടിവിറ്റീസിൽ ഇന്ത്യൻ എക്കോണമി ചെയ്തിരുന്നു. ഒരുപാട് സാധനങ്ങൾ ട്രേഡ് ചെയ്തിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ദർ വർ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ഓഫ് എക്കണോമിക് ലൈഫ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവരുടെ എക്കണോമിക് ലൈഫിനെ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ് ആയിരുന്നു. അങ്ങനെ ഇതിന്ന് ഒരുപാട് സർപ്ലസ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. ജനറേറ്റ് ചെയ്ത ഇൻകം അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഈ ഇൻവെസ്റ്റ്മെന്റ് എന്തിനു സഹായിച്ചു? ബാങ്കിങ് സിസ്റ്റത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചു. ഓക്കെ, അപ്പോൾ ബാങ്കിങ് സിസ്റ്റത്തിന്റെ വളർച്ചയ്ക്ക് യൂസ് ചെയ്ത 2 എക്സാമ്പിൾസ് ആണ് ഹുണ്ടി ആൻഡ് ചിട്ടീസ്. ഹുണ്ടി പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിലും ചിട്ടീസ് പ്രധാനമായിട്ടും സദേൺ റീജിയനിലുമാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ these were documents used to facilitate transfer of money from one hand to another for trading activities. അപ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ ഒരാളുടെ അടുത്ത് നിന്ന് വേറൊരാളുടെ അടുത്തേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഡോക്യുമെന്റ്സ് ആയിട്ടാണ് ഈ ഹുണ്ടിയും ചിട്ടീസ് ഒക്കെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കൂടുതലും ഒരുപാട് ട്രാവൽ ചെയ്യണമായിരുന്നു. ലൈക്ക് ഇന്നത്തെ പോലെ ഫ്ലൈറ്റോ ട്രെയിനോ അങ്ങനത്തെ അല്ലെങ്കിൽ നല്ല ട്രാവൽ ചെയ്യാനുള്ള ബസ്സൊന്നും ഇല്ല. ആൾക്കാർ നടന്നും കപ്പൽ മാർഗേനൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ എന്താണ്, ഒരുപാട് നേരത്തെയും ഒരുപാട് ദൂരത്തെ യാത്ര ആയതുകൊണ്ട് റോബറിയും തെഫ്റ്റിനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് കവർച്ചക്കാർക്കൊക്കെ. അപ്പോൾ ഹുണ്ടിയൊക്കെ ഒരു ഡോക്യുമെന്റ് ആയി കൊണ്ടുപോകുമ്പോൾ തെഫ്റ്റിനൊക്കെയുള്ള സാധ്യത കുറവാണ്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ മണി ട്രാൻസ്ഫർ നടന്നുകൊണ്ടും ബാങ്കിങ് സിസ്റ്റം നല്ല രീതിയിൽ തഴച്ചു നിന്നതുകൊണ്ടും എമർജൻസ് ഓഫ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ലോൺസ് അഡ്വാൻസസ് എൻഹാൻസ് ദ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ. അപ്പോൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ ലോൺ കിട്ടാൻ തുടങ്ങി, ആൾക്കാർക്ക് ക്രെഡിറ്റ് എടുക്കാനുള്ള അവസരങ്ങൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ എന്തിനു സഹായിച്ചു? ബിസിനസിന്റെ വളർച്ചയ്ക്ക്